പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് NCERTയുടെ പുതിയ സിലബസിലെ 8ാം ക്ലാസ്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ് കേട്ടോ. എ സ്ക്വയർ ആൻഡ് എ ക്യൂബ് എന്നുള്ള ചാപ്റ്ററാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതുപോലെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ പഴയ ടെക്സ്റ്റ് ബുക്ക് പഠിപ്പിക്കുന്ന സ്കൂളുകളുണ്ട്. അവർക്കുള്ള എല്ലാ വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓൾറെഡി. അപ്പോൾ എന്താണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഒരു സ്റ്റോറിയാണ് തന്നിട്ടുള്ളത്. അത് നോക്കിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പോർഷനിലേക്ക് പോകാം കേട്ടോ. ക്യൂയിൻ രത്നമഞ്ചൂരി ഹാഡ് എ വിൽ റിട്ടൺ ദാറ്റ് ഡിസ്ക്രൈബ്ഡ് ഹെയർ ഫോർച്യൂൺ ഓഫ് രത്നാസ് ആൻഡ് ഓൾസോ ഇൻക്ലൂഡഡ് എ പസിൽ. അപ്പോൾ ക്യൂവിൻ്റെ പേരാണ് രത്നമഞ്ചൂരി. അപ്പോൾ രത്നമഞ്ചൂരി രാജ്ഞി തൻ്റെ രത്നങ്ങളുടെ സമ്പത്ത് വിവരിക്കുന്ന ഒരു വിൽപത്രം എഴുതിയിരുന്നു. അതിലെന്തുണ്ടായിരുന്നു? ഒരു പസിൽ കൂടെ ഉണ്ടായിരുന്നു. ഹെർ സൺ ഖോയിസ്നം ആൻഡ് ദർ 99 റിലേറ്റീവ്സ് വെർ ഇൻവൈറ്റഡ് ടു ദ റീഡിങ് ഓഫ് ഹെർ വിൽ. അപ്പോൾ അവരുടെ മകൻ്റെ പേരായിരുന്നു ഖോയിസ്നം. അപ്പോൾ ഖോയിസ്നമിനെയും 99 ബന്ധുക്കളെയും അവരെന്ത് ചെയ്തു? ഈ വിൽപത്രം വായിക്കുന്നതിന് വേണ്ടി അവരെ ഇൻവൈറ്റ് ചെയ്തു. She wanted to leave all of her ratnas to her son, but she knew that if she did so, all their relatives would pester Khoisnam forever. പക്ഷേ ഈ രത്നങ്ങളെല്ലാം അവരുടെ മകന് കൊടുക്കണമെന്നായിരുന്നു അവരുടെ ആഗ്രഹം. പക്ഷേ രാജ്ഞിക്ക് അറിയാമായിരുന്നു അവൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ ബന്ധുക്കളെല്ലാം കൂടെ ഖോയിസ്നാമിനെ എന്നേക്കും എന്ത് ചെയ്യുമെന്നറിയായിരുന്നു? ശല്യപ്പെടുത്തുമെന്ന് രാജ്ഞിക്ക് അറിയായിരുന്നു. ഷീ ഹോപ്പ് ദാറ്റ് she had taught him everything he needed to know about solving puzzles. അപ്പോൾ ഈ പസിൽ സോൾവ് ചെയ്യുന്നതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അവൾ അവനെ പഠിപ്പിച്ചു എന്നവൾ പ്രതീക്ഷിച്ചു. ഷീ ലെഫ്റ്റ് ദ ഫോളോയിങ് നോട്ട്സ് ഇൻ ഹെർ വിൽ. അവൾ തൻ്റെ വിൽപത്രത്തിൽ ഇനി പറയുന്ന ഒരു കുറിപ്പ് എഴുതി വെച്ചു. ഇനി ആ കുറിപ്പിൽ എന്താണ് എഴുതിയിട്ടുള്ളതെന്നാണ് ഇനി പറയാനായിട്ട് പോകുന്നത് കേട്ടോ. വിൽപത്രം എന്ന് വെച്ചാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. രാജ്ഞി മരിച്ചു കഴിയുമ്പോൾ രാജ്ഞിയുടെ സ്വത്തുക്കളൊക്കെ ആർക്കാണ് കൊടുക്കുന്നതെന്ന് ഉള്ളത് എഴുതി വെച്ചിരിക്കുന്ന ഒരു പേപ്പറാണ് കേട്ടോ. ഐ ഹാവ് ക്രിയേറ്റഡ് എ പസിൽ. ഇഫ് all 100 of you answer it at the same time, you will share the ratnas equally. അപ്പോൾ അതിൻ്റെ കൂടെ എഴുതിയിട്ടുള്ള നോട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. ഞാനൊരു പസിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ 100 പേരും കൂടെ ഒരുമിച്ചാണ് സെയിം ടൈമിലാണ് അതിന് ആൻസർ ചെയ്യുന്നതെങ്കിൽ യു വിൽ ഷെയർ ദി രത്നാസ് ഈക്വലി. രത്നങ്ങൾ നിങ്ങൾ ഈക്വലായിട്ട് ഷെയർ ചെയ്യും. ഹൗവർ ഇഫ് യു ആർ ദ ഫസ്റ്റ് വൺ ടു സോൾവ് ദി പ്രോബ്ലം യു വിൽ ഗെറ്റ് ടു കീപ് ദി എൻറ്റയർ ഇൻഹെറിറ്റൻസ് ടു യുവർ സെൽഫ്. അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ആദ്യം അത് സോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മുഴുവനും നിങ്ങൾക്ക് ആദ്യം സോൾവ് ചെയ്യുന്ന ആൾക്ക് കിട്ടുമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഗുഡ് ലക്ക്. ഇങ്ങനെയൊരു കുറിപ്പ് അവർ എഴുതി വെച്ചിട്ടുണ്ട്. ദ മിനിസ്റ്റർ ടു ഖോയിസ്നം ആൻഡ് ഹിസ് 99 റിലേറ്റീവ്സ് ടു എ സീക്രട്ട് റൂം ഇൻ ദി മാൻഷൻ കണ്ടെയ്നിങ് 100 ലോക്കേഴ്സ്. അപ്പോൾ മിനിസ്റ്റർ എന്ത് ചെയ്തു? മിനിസ്റ്റർ ഖോയിസ്നമിനെയും 99 ബന്ധുക്കളെയും മാളികയിലെ 100 ലോക്കറുകളുള്ള ഒരു രഹസ്യ മുറിയിലേക്ക് കൊണ്ടുപോയി. The minister explained each person is assigned a number from 1 to 100. എന്നിട്ട് മന്ത്രി എക്സ്പ്ലെയിൻ ചെയ്തു ഓരോരുത്തർക്കും 1 മുതൽ 100 വരെയുള്ള നമ്പർ നൽകിയിട്ടുണ്ട്. പേഴ്സൺ 1 ഓപ്പൺ എവരി ലോക്കർ. അപ്പോൾ ഒന്നാമത്തെ ആൾ എന്ത് ചെയ്യുന്നു? എല്ലാ ലോക്കറുകളും തുറക്കുന്നു. അതായത് നമ്പർ 1 കിട്ടിയ ആൾ എല്ലാ ലോക്കറുകളും, അതായത് 100 ലോക്കറുകളും തുറക്കുന്നു. പേഴ്സൺ 2 ടോഗിൾസ് എവരി സെക്കൻഡ് ലോക്കർ. രണ്ടാമത്തെ ആൾ എന്ത് ചെയ്യുന്നു? രണ്ടാമത്തെ ഓരോ ലോക്കറും ടോഗിൾ ചെയ്യുന്നു. അതായത് ക്ലോസസ് ഇഫ് ഇറ്റ് ഈസ് ഓപ്പൺ, ഓപ്പൺസ് ഇഫ് ഇറ്റ് ഈസ് ക്ലോസ്ഡ്. എന്ത് ചെയ്യണം? ക്ലോസ് ആണെങ്കിൽ ഓപ്പൺ ആണെങ്കിൽ ക്ലോസ് ചെയ്യണം, ക്ലോസ് ആണെങ്കിൽ ഓപ്പൺ ചെയ്യണം രണ്ടാമത്തെ ആൾ. എവരി സെക്കൻഡ് ലോക്കർ. അപ്പോൾ ഏതൊക്കെ ലോക്കറുകളായിരിക്കും? എവരി സെക്കൻഡ് ലോക്കർ എന്ന് പറയുമ്പം 2, 4, 6, 8, 10 ഇങ്ങനെ വരുന്ന ലോക്കറുകൾ. ഓരോ രണ്ടാമത്തെ ലോക്കറുകൾ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ആദ്യത്തെ ആൾ എല്ലാ ലോക്കറുകളും ഓപ്പൺ ചെയ്തു. രണ്ടാമത്തെ ആൾ എന്ത് ചെയ്യുന്നു? എല്ലാ രണ്ടാമത്തെ
ലോക്കറുകളും ടോഗിൾ ചെയ്യുന്നു. അതായത് അത് ഓരോ രണ്ടാമത്തെ ലോക്കറുകൾ ഓപ്പൺ ആണെങ്കിൽ ക്ലോസ് ചെയ്യണം, ക്ലോസ് ആണെങ്കിൽ ഓപ്പൺ ചെയ്യണം, അങ്ങനെ. ഇനി പേഴ്സൺ 3 ടോഗിൾസ് എവരി തേർഡ് ലോക്കർ. ഇനി മൂന്നാമത്തെ ആൾ എന്ത് ചെയ്യണം? എല്ലാ മൂന്നാമത്തെ ലോക്കറുകളും ടോഗിൾ ചെയ്യണം. അതായത് തേർഡ് ലോക്കർ, 6th ലോക്കർ, 9th ലോക്കർ ആൻഡ് സോ ഓൺ. അതായത് 3യുടെ മൾട്ടിപ്പിൾസ്, രണ്ടാമത്തെ ആൾ 2ൻ്റെ മൾട്ടിപ്പിൾസ്, മൂന്നാമത്തെ ആൾ 3യുടെ മൾട്ടിപ്പിൾസ്, ഇങ്ങനെ വരുന്ന ലോക്കറുകൾ ടോഗിൾ ചെയ്യണം. ഇനി നാലാമത്തെ ആൾ എവരി 4th ലോക്കർ, അതായത് 4ൻ്റെ മൾട്ടിപ്പിൾസ് വരുന്ന ലോക്കേഴ്സ് എല്ലാം ടോഗിൾ ചെയ്യണം. ദിസ് കണ്ടിന്യൂ അണ്ടിൽ ഓൾ 100 ഗെറ്റ് ദർ ടേൺ. അതായത് 100 പേർക്കും അവരുടെ ടേൺ വരുന്നിടം വരെ ഇത് കണ്ടിന്യൂ ചെയ്യും. ഇൻ ദ എൻഡ് ഓൺലി സം ലോക്കേഴ്സ് റിമെയിൻസ് ഓപ്പൺ. അവസാനം ചില ലോക്കറുകൾ മാത്രം തുറന്നിരിക്കും. ദി ഓപ്പൺ ലോക്കേഴ്സ് റിവീൽ ദ കോഡ് ടു ദ ഫോർച്യൂൺ ഇൻ ദ സേഫ്. അപ്പോൾ സേഫിലെ ഫോർച്യൂണിലേക്കുള്ള കോഡ് റിവീൽ ചെയ്യുന്നത് ഈ ഓപ്പൺ ആയിട്ടിരിക്കുന്ന ലോക്കറായിരിക്കും. ബിഫോർ ദ പ്രോസസ് ബിഗിൻസ്, കോയിസ്നാം റിയലൈസസ് ദാറ്റ് ഹി ഓൾറെഡി നോസ് വിച്ച് ലോക്കർ വിൽ ബി ഓപ്പൺ അറ്റ് ദി എൻഡ്. അപ്പോൾ ഈ പ്രോസസ്സൊക്കെ ബിഗിൻ ചെയ്യുന്നതിന് മുൻപ് കോയിസ്നാം റിയലൈസ് ചെയ്തു അവന് ഓൾറെഡി ഏതൊക്കെ അവസാനം ഏതൊക്കെ ആയിരിക്കും ഓപ്പൺ ആയിരിക്കുക എന്നുള്ളത് അവന് അറിയാമെന്നുള്ളത് അവന് മനസ്സിലായി. ഹൗ ഡിഡ് ഹി ഫിഗർ ഔട്ട് ദി ആൻസർ? എങ്ങനെയാണ് അവൻ ഈ ആൻസർ ഫിഗർ ഔട്ട് ചെയ്തത്? അപ്പോൾ ഒരു ഹിൻറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഫൈൻഡ് ഔട്ട് ഹൗ മെനി ടൈംസ് ഈച്ച് ലോക്കർ ഈസ് ടോഗിൾഡ്. എത്ര തവണ ഓരോ ലോക്കറും ടോഗിൾ ചെയ്തു എന്നുള്ളത് കണ്ടെത്തിയാൽ മതി എന്നുള്ള ഒരു ഹിൻറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഇഫ് എ ലോക്കർ ഈസ് ടോഗിൾഡ് ആൻ ഓഡ് നമ്പർ ഓഫ് ടൈംസ് ഇറ്റ് വിൽ ബി ഓപ്പൺ. അപ്പോൾ ഒരു ലോക്കർ ടോഗിൾ ചെയ്യുന്നത് ഓഡ് നമ്പർ ഓഫ് ടൈംസിലാണെങ്കിൽ ലോക്കർ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ഓപ്പൺ, അതർവൈസ് ഇറ്റ് വിൽ ബി ക്ലോസ്ഡ്. അല്ലെങ്കിൽ അത് ക്ലോസ് ആയിരിക്കും. ഓഡ് നമ്പർ ഓഫ് ടൈം എന്ന് വെച്ചാൽ എന്താ? 1, 3, 5, 7, 9. ഇതാണ് ഓഡ് നമ്പേഴ്സ്. അപ്പോൾ ഓഡ് നമ്പർ ഓഫ് ടൈംസ് ആണെങ്കിൽ ഓപ്പൺ ആയിരിക്കും, അല്ലെങ്കിൽ അത് ക്ലോസ് ആയിരിക്കും. ദ നമ്പർ ഓഫ് ടൈംസ് എ ലോക്കർ ഈസ് ടോഗിൾഡ്. അതായത് എത്ര പ്രാവശ്യം ഒരു ലോക്കർ ടോഗിൾ ചെയ്തോ ദാറ്റ് ഈസ് ദ സെയിം ആസ് ദ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് ദി ലോക്കർ നമ്പർ. അതെന്തിന് ഈക്വലായിരിക്കും? ലോക്കർ നമ്പറിന് എത്ര ഫാക്ടേഴ്സ് ഉണ്ടോ അതിന് ഈക്വലായിരിക്കും നമ്മുടെ ലോക്കർ ടോഗിൾ ചെയ്തതിൻ്റെ നമ്പർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഫോർ ലോക്കർ നമ്പർ 6, പേഴ്സൺ 1 ഓപ്പൺ ഇറ്റ്, പേഴ്സൺ 2 ക്ലോസസ് ഇറ്റ്. അപ്പോൾ ലോക്കർ നമ്പർ 6 എന്ന് പറയുന്നത് ഫസ്റ്റ് പേഴ്സൺ ഓപ്പൺ ചെയ്തു, സെക്കൻഡ് പേഴ്സൺ അത് ക്ലോസ് ചെയ്തു, തേർഡ് പേഴ്സൺ വീണ്ടും അത് ഓപ്പൺ ചെയ്തു, ആൻഡ് പേഴ്സൺ 6 ക്ലോസസ് ഇറ്റ്. ആറാമത്തെ ആൾ അത് വീണ്ടും ക്ലോസ് ചെയ്തു, അല്ലേ? അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടായിരുന്നു, ആദ്യത്തെ പേഴ്സൺ 1 എല്ലാം ഓപ്പൺ ചെയ്തു, രണ്ടാമത്തെ ആൾ എന്ത് ചെയ്യും? രണ്ടാമത്തെ ആൾ 2, 4, 6 അങ്ങനെയുള്ളത് ടോഗിൾ ചെയ്യും. അപ്പോൾ ഓപ്പൺ ആയതുകൊണ്ട് രണ്ടാമത്തെ ആൾ എന്താ ചെയ്യുന്നത്? ക്ലോസ് ചെയ്യും, അല്ലേ? 2, 4, 6 ചെയ്യാൻ പറ്റും, 2ൻ്റെ മൾട്ടിപ്പിളാണ്. ഇനി മൂന്നാമത്തെ ആൾ ടോഗിൾ ചെയ്യുമ്പോൾ 3, 6, 9, 12 ഇങ്ങനെയാണ് ചെയ്യുക എന്ന് കണ്ടു, അല്ലേ? അപ്പോൾ മൂന്നാമത്തെ ആൾ എന്ത് ചെയ്യും? ഓപ്പൺ ചെയ്യും. നാലാമത്തെ ആൾ ചെയ്യുമ്പോൾ 6ൽ വരത്തില്ല. എന്തുകൊണ്ടാണ്? 4, 8, 12 ഇങ്ങനെയാണ് പോകുന്നത്. അഞ്ചാമത്തെ ആൾ ചെയ്യുമ്പോഴും വരത്തില്ല. 5, 10, 15 അങ്ങനെ പോകും. ആറാമത്തെ ആൾ ചെയ്യുമ്പോൾ 6ൽ വരും, അല്ലേ? അപ്പോൾ ആൾ എന്താ ചെയ്യുന്നത്? ഓപ്പൺ ആയിരുന്നത് കൊണ്ടത് ക്ലോസ് ചെയ്യും. ഇഫ് ദ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഈസ് ഈവൻ, ദ ലോക്കർ വിൽ ബി ടോഗിൾഡ് ബൈ ആൻ ഈവൻ നമ്പർ ഓഫ് പീപ്പിൾ ആൻഡ് ഇറ്റ് വിൽ ഇവൻച്വലി ബി ക്ലോസ്ഡ്. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എത്രയാണ്? ഈവൻ ആണ്, അല്ലേ? 6ൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? 1 × 6 6, 2 × 3 6 ഇത്രയുമാണ് ഫാക്ടേഴ്സ്. അപ്പോൾ 1, 2, 3, 6 4 ഫാക്ടേഴ്സാണ് 6ന് കിട്ടുക. അപ്പോൾ 4 ആയതുകൊണ്ട് 4 എന്താണ്? ഈവൻ ആണ്. അപ്പം നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഇവിടെ ഈവൻ ആണ്. അപ്പോൾ ദെൻ ലോക്കർ വിൽ ബി ടോഗിൾഡ് ബൈ ആൻ ഈവൻ നമ്പർ ഓഫ് പീപ്പിൾ ആൻഡ് ഇറ്റ് വിൽ ഇവൻച്വലി ബി ക്ലോസ്ഡ്. അപ്പോൾ ഇവിടെ ഈവൻ നമ്പർ ഓഫ് പീപ്പിൾ വെച്ചിട്ടാണ് 6 എന്ന് പറയുന്ന ലോക്കർ ടോഗിൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതെന്തായിരിക്കും? ക്ലോസ് ആയിരിക്കും. അതാണ് പറഞ്ഞത്, ഓഡ് നമ്പർ ഓഫ് ടൈംസ് ആണ് ടോഗിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓപ്പൺ ആയിരിക്കും, ഈവൻ നമ്പർ ഓഫ് ടൈംസ് ആണെങ്കിൽ അത്
ക്ലോസ് ആയിരിക്കും. നോട്ട് ദാറ്റ് ഈച്ച് ഫാക്ടർ ഓഫ് എ നമ്പർ ഹാസ് എ പാർട്ട്ണർ ഫാക്ടർ സോ ദാറ്റ് ദ പ്രൊഡക്റ്റ് ഓഫ് ദി പെയർ ഓഫ് ഫാക്ടേഴ്സ് ഈൽ ദ ഗിവൺ നമ്പർ. അപ്പോൾ നമ്പറിൻ്റെ ഓരോ ഫാക്ടറിനും ഒരു പാർട്ട്ണർ ഫാക്ടർ ഉണ്ട്. അതുകൊണ്ട് അതിൻ്റെ ആ പെയറിൻ്റെ പ്രൊഡക്റ്റ് നമുക്ക് എന്ത് ചെയ്യുന്നു, നമ്മൾ ഏത് നമ്പറിൻ്റെ ഫാക്ടറാണോ എഴുതിയത് ആ നമ്പർ തന്നെ നമുക്ക് ഗിവൺ ചെയ്യുന്നു. മനസ്സിലായോ? അതായത് നമ്മൾ 6ൻ്റെ ഫാക്ടേഴ്സ് എടുത്തു കഴിഞ്ഞാൽ 1 × 6 6 ആണ്. നോക്കിയേ, ഹിയർ 1 and 6 ഫോം എ പെയർ ഓഫ് പാർട്ട്ണർ ഫാക്ടേഴ്സ് ഓഫ് 6 and 2 and 3 ഫോം അനദർ പെയർ. അപ്പോൾ നോക്കിയേ, ഇവിടെ 1 × 6 6 എന്ന് തന്നിട്ടുണ്ടല്ലേ. അപ്പോൾ 1ഉം 6ഉം എന്താണ്, പാർട്ട്ണർ ഫാക്ടേഴ്സാണ്. 1ൻ്റെ കൂടെ 6 വന്നിട്ടുണ്ട്. അപ്പോൾ ആ 1 6ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 6 തന്നെ കിട്ടും. 2ൻ്റെ പാർട്ട്ണർ ഫാക്ടറാണ് 3. എന്തുകൊണ്ടാണ്, പാർട്ട്ണർ ഫാക്ടർ ആയതുകൊണ്ട് 2ഉം 3ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 6 എന്ന് കിട്ടും. അപ്പോൾ ഓരോ ഫാക്ടറിനും എന്തുണ്ട്, ഓരോ പാർട്ട്ണർ ഫാക്ടർ ഉണ്ട്. ആ പാർട്ട്ണർ ഫാക്ടർ എന്ന് വെച്ചാൽ ആ ഫാക്ടേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഗിവൺ നമ്പർ തന്നെ എന്ത് ചെയ്യണം, കിട്ടണം. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ പാർട്ട്ണർ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ 1ഉം 6ഉം പാർട്ട്ണർ ഫാക്ടേഴ്സാണ്, 2ഉം 3ഉം പാർട്ട്ണർ ഫാക്ടേഴ്സാണ്. ഇപ്പം 1 2 3 6 ഫാക്ടേഴ്സാണ്, പക്ഷെങ്കിൽ 1ഉം 2ഉം കൂടെ എടുത്താൽ എന്തല്ല, പാർട്ട്ണർ ഫാക്ടേഴ്സ് അല്ല. ഡസ് എവരി നമ്പർ ഹാവ് ആൻ ഈവൻ നമ്പർ ഓഫ് ഫാക്ടേഴ്സ്? അതായത് എല്ലാ സംഖ്യയ്ക്കും ഈവൻ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഉണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 1 നോക്കിയേ, 1ൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, 1 × 1. അപ്പോൾ ഇവിടെ 1 മാത്രമാണ് ഫാക്ടർ. 4ന് എന്തൊക്കെയാണ്, 1 × 4 = 4, 2 × 2 = 4. അപ്പോൾ ഇവിടെ ഫാക്ടേഴ്സ് 1 2 and 4. അപ്പോൾ 2 2 ടൈംസ് ഉണ്ടെങ്കിൽ അതിൽ ഒരു ടൈംസ് മാത്രമേ അത് എടുക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ 1ഉം 2ഉം 4ഉമാണ് ഇവിടെ ഫാക്ടേഴ്സ്. 9ലോ 1 × 9 9, 3 × 3 9. അപ്പോൾ ഇവിടെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, 1ഉം 3ഉം 9ഉമാണ് ഫാക്ടേഴ്സ്. We see in some cases like 2 × 2 that the number in the pair are the same. അപ്പോൾ ചില കേസുകളിൽ നമുക്ക് ഒരേ നമ്പർ വെച്ചിട്ട് തന്നെ നമുക്ക് ഇവിടെ പെയർ കിട്ടുന്നുണ്ടല്ലേ. ക്യാൻ യു യൂസ് ദിസ് ഇൻസൈറ്റ് ടു ഫൈൻഡ് മോർ നമ്പേഴ്സ് വിത്ത് ആൻ ഓഡ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ്? അപ്പോൾ ഇവിടെ ഓഡ് നമ്പർ ഫാക്ടറായിട്ട് വരുന്ന കൂടുതൽ നമ്പേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ഒരു ഇൻസൈറ്റ് യൂസ് ചെയ്യാൻ കഴിയുമോ? ഫോർ ഇൻസ്റ്റൻസ് 36 ഹാസ് എ ഫാക്ടർ പെയർ 6 × 6 where both numbers are 6. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ 36ന് 6 × 6 എന്ന് പറയുന്ന ഒരു പെയർ ഫാക്ടർ ആയിട്ടുണ്ട്. ഇവിടെ രണ്ട് നമ്പേഴ്സും എന്ത് തന്നെയാണ്, 6 തന്നെയാണ് അല്ലേ. 6 × 6 എന്ന് പറയുമ്പോൾ അതിലെ രണ്ട് ഫാക്ടേഴ്സും 6 തന്നെയാണ്. ഡസ് ദിസ് നമ്പർ ഹാവ് ആൻ ഓഡ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ്? അപ്പോൾ ഈ നമ്പറിന് ഓഡ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ആയിരിക്കുമോ? അതായത് 36ന് ഓഡ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ആയിരിക്കുമോ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നോക്കിയാൽ 36ൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് വരുന്നത്? 1 × 36 = 36, 2 × 18 = 36, പിന്നെ എന്ത് വരും? 3 × 12 = 36. 4-നകത്ത് വരുമോ? 4-ൽ വരും. 4 × 9 = 36, പിന്നെ 6 × 6 = 36. അപ്പോൾ നമ്മൾ ഫാക്ടേഴ്സ് എഴുതുമ്പോൾ ഇങ്ങനെ ഓരോന്നും പെയറായിട്ടാണ് വരുന്നത് അല്ലേ. അപ്പോൾ രണ്ടെണ്ണം വെച്ചാണ്. അപ്പോൾ എന്തായാലും ഈവൻ ആയിരിക്കും വരുന്നത്. പക്ഷേ ഇവിടെ നോക്കിയേ, ഒരു പെയറിനകത്ത് രണ്ട് നമ്പേഴ്സും സെയിം തന്നെയാണ്. അപ്പം നമ്മൾ ഫാക്ടേഴ്സ് എഴുതുമ്പം ഒരേപോലത്തെ രണ്ടെണ്ണം എഴുതില്ല, ഇതിനകത്തുനിന്ന് ഒരെണ്ണമേ നമ്മൾ എഴുതത്തുള്ളൂ അല്ലേ. അപ്പോൾ 2 6-ൽ നിന്ന് ഒരു 6 അങ്ങ് പോയി കഴിയുമ്പം അതെന്തായിട്ട് മാറും? ഓഡായിട്ട് മാറും. അപ്പോൾ 36ന് ഓഡ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. മനസ്സിലായല്ലോ. അപ്പോൾ ഇതേപോലെ ഒരേപോലത്തെ രണ്ട് ഫാക്ടേഴ്സ് വരുന്ന നമ്പേഴ്സിനെല്ലാം ഓഡ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇഫ് എവരി ഫാക്ടർ ഓഫ് 36 അതർ ദാൻ 6 ഹാസ് എ ഡിഫറെൻറ്റ് ഫാക്ടർ ആസ് ഇറ്റ്സ് പാർട്ട്ണർ. അപ്പോൾ ഈ 6 ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ ഫാക്ടേഴ്സിനും വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ
പാർട്ട്ണറായിട്ടുണ്ട് ഇല്ലേ? 1-ന് 36 ഉണ്ട്, 2-ന് 18 ഉണ്ട്, 3-ക്ക് 12 ഉണ്ട്, 4-ന് 9 ഉണ്ട്. ബാക്കി എല്ലാ നമ്പേഴ്സിനും ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ പാർട്ട്ണറായിട്ടുണ്ട്. പക്ഷേ 6-ന് സെയിം ഫാക്ടർ തന്നെയാണ് പാർട്ട്ണറായിട്ടുള്ളത്. അപ്പോൾ 6 ഒഴികെ ബാക്കിയുള്ള എല്ലാ നമ്പേഴ്സിനും ഡിഫറെൻറ്റ് ഫാക്ടർ പാർട്ട്ണറായിട്ടുണ്ട്. ദെൻ വി ക്യാൻ ബി ഷുവർ ദാറ്റ് 36 ഹാസ് ആൻ ഓഡ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? നമുക്ക് ഉറപ്പിക്കാൻ പറ്റും 36-ന് ഓഡ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ആണ് ഉള്ളതെന്ന് ഉറപ്പിക്കാൻ പറ്റും. അപ്പോൾ അതേപോലെ ഏതൊരു നമ്പറിൽ ഞാൻ പറഞ്ഞു 4 എടുത്തപ്പോൾ എന്തായിരുന്നു? 4-ന് 2 × 2 ഒരു ഫാക്ടറായിരുന്നു. അതുകൊണ്ട് അതിൽ നിന്ന് 1 എടുക്കത്തുള്ളൂ. അപ്പോൾ അതെന്തായിട്ട് മാറും? ഓഡായിട്ട് മാറും. മനസ്സിലായല്ലോ? ഹെൻസ് ഓൾ ദ ഫോളോയിങ് നമ്പേഴ്സ് ഹാവ് ആൻ ഓഡ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ്. അപ്പോൾ ഇതേപോലെയുള്ള എല്ലാ നമ്പേഴ്സിനും എന്തായിരിക്കും? ഓഡ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ആയിരിക്കും. 1-ന്, അതുപോലെ 2 × 2 4-ന് ഓഡ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ആയിരിക്കും. 3 × 3 9-ന് ഓഡ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ആയിരിക്കും. 4 × 4 16 ഓഡ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ആയിരിക്കും. പിന്നെന്താണ്? 5 × 5 25-ന് ഓഡ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ആയിരിക്കും. നീ നോക്കിയാൽ എ നമ്പർ ദാറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ദി പ്രൊഡക്റ്റ് ഓഫ് എ നമ്പർ വിത്ത് ഇറ്റ് സെൽഫ് ഈസ് കോൾഡ് എ സ്ക്വയർ നമ്പർ ഓർ സിംപ്ലി എ സ്ക്വയർ. അപ്പോൾ സ്ക്വയർ നമ്പർ എന്ന് വെച്ചാൽ എന്താ? എ നമ്പർ ദാറ്റ് ക്യാൻ ബി എക്സ്പ്രസ് ആസ് എ പ്രൊഡക്റ്റ് ഓഫ് നമ്പർ വിത്ത് ഇറ്റ് സെൽഫ്. അതായത് ഒരു നമ്പറിനെ ആ നമ്പറിൻ്റെ തന്നെ പ്രൊഡക്റ്റായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സിനെയൊക്കെ നമ്മൾ എന്ത് പറയും? സ്ക്വയർ നമ്പേഴ്സ് അല്ലെങ്കിൽ സ്ക്വയർ എന്ന് പറയും. അതായത് 2 × 2 2ഉം ആ സെയിം നമ്പറും കൂടെ, നമ്പർ വിത്ത് ഇറ്റ് സെൽഫ്, ഇതിൻ്റെ പ്രൊഡക്റ്റായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന നമ്പർ. ദ ഓൺലി നമ്പേഴ്സ് ദാറ്റ് ഹാവ് ആൻ ഓഡ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ആർ ദി സ്ക്വയേഴ്സ്. അതായത് ഓഡ് നമ്പർ ഓഫ് ഫാക്ടറായിട്ടുള്ള ഒരേ ഒരു നമ്പർ എന്ന് പറയുന്നത് എന്താണ്? സ്ക്വയേഴ്സ് ആണ്. ബിക്കോസ് they each have one factor which when multiplied by itself equal the number. എന്തുകൊണ്ടാണ്? ഇങ്ങനെയുള്ള ഓരോ നമ്പേഴ്സിനും ഒരു ഫാക്ടർ വെൻ മൾട്ടിപ്ലൈഡ് ബൈ ഇറ്റ് സെൽഫ്, ആ ഫാക്ടർ അതിനോട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന നമ്പറിന് ഈക്വലായിട്ട് കിട്ടും. അതായത് ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന നമ്പർ 36 ആണ്. ഈ 36-ലെ ഒരു ഫാക്ടറാണ് 6. ഈ 6 വെൻ മൾട്ടിപ്ലൈഡ് ബൈ ഇറ്റ് സെൽഫ് ഈക്വൽ ദി നമ്പർ. കണ്ടോ? ഈ ഫാക്ടർ അതുമായിട്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ നമ്പറിന് ഈക്വലായിട്ട് കിട്ടി. മനസ്സിലായല്ലോ? ദെയർഫോർ എവരി ലോക്കർ ഹൂസ് നമ്പർ ഈസ് എ സ്ക്വയർ വിൽ റിമെയിൻ ഓപ്പൺ. അപ്പോൾ മുകളിൽ നമ്മൾ പറഞ്ഞു ഓഡ് നമ്പർ ഓഫ് ടൈംസ് ടോഗിൾ ചെയ്ത ലോക്കേഴ്സാണ് ഓപ്പൺ ആയിരിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമുക്ക് സ്ക്വയർ നമ്പേഴ്സ് വരുന്നതിനെല്ലാം ഓഡ് നമ്പർ ഓഫ് ഫാക്ടേഴ്സാണ്. അപ്പോൾ അങ്ങനെ വരുന്ന ലോക്കറുകളെല്ലാം ഇവിടെ എന്തായിരിക്കും? നമ്പർ ഈസ് എ സ്ക്വയർ വിൽ റിമെയിൻ ഓപ്പൺ. നമ്പർ സ്ക്വയർ ആണെങ്കിൽ അതെന്തായിരിക്കും? ഓപ്പൺ ആയിരിക്കും. കാരണം എന്താ? അതിൻ്റെ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഓഡ് നമ്പർ ഓഫ് ടൈംസ് ആയിരിക്കും. അതുകൊണ്ടത് ഓപ്പൺ ആയിരിക്കും. ഓക്കെ, റൈറ്റ് ദ ലോക്കർ നമ്പർ ദാറ്റ് റിമെയിൻ ഓപ്പൺ. അപ്പോൾ ഓപ്പൺ ആയിട്ടുള്ള ലോക്കറിൻ്റെ നമ്പർ എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഖോയ്സ്നാം ഇമ്മീഡിയറ്റ്ലി കളക്ട് വേർഡ് ക്ലൂ ഫ്രം ദീസ് 10 ലോക്കേഴ്സ് ആൻഡ് റീഡ്. അപ്പോൾ ഇവിടെ തുറന്നിരിക്കുന്ന 100 എണ്ണത്തിൽ തുറന്നിരിക്കുന്ന ലോക്കറുകൾ ഏതൊക്കെയായിരുന്നു? സ്ക്വയർ നമ്പേഴ്സ് വരുന്ന ലോക്കറുകളായിരുന്നു. അത് ഏതൊക്കെയായിരുന്നു? 1, 4, 3 × 3 9, പിന്നെന്താ 4 × 4 16, 5 × 5 25, 6 × 6 36, പിന്നെന്താ 7 × 7 49, 8 × 8 64, 9 × 9 81, 10 × 10 100. ഈ 10 ലോക്കറുകളായിരുന്നു ഓപ്പൺ ആയിട്ട് ഇരുന്നിരുന്ന ലോക്കറുകൾ. അപ്പോൾ കോയിസ്നാം എന്ത് ചെയ്തു? ഇമ്മീഡിയറ്റ്ലി കളക്ട് വേർഡ് ക്ലൂ ഫ്രം ദീസ് 10 ലോക്കേഴ്സ് ആൻഡ് റീഡ്. അപ്പോൾ ഈ 10 ലോക്കറുകളിൽ നിന്ന് കോയിസ്നാം വേർഡ് ക്ലൂ കളക്ട് ചെയ്തിട്ട് റീഡ് ചെയ്തു. എന്താ റീഡ് ചെയ്തത്? ദ പാസ് കോഡ് കൺസിസ്റ്റ് ഓഫ് ദി ഫസ്റ്റ് 5 ലോക്കർ നമ്പേഴ്സ് ദാറ്റ് വർ ടച്ച്ഡ് എക്സാക്ട്ലി ട്വൈസ്. അതായത് കൃത്യമായിട്ട് 2 തവണ മാത്രം ടച്ച് ചെയ്ത ആദ്യത്തെ 5 ലോക്കർ നമ്പറുകൾ അതിൽ ഉണ്ട് എന്നുള്ളത്
റീഡ് ചെയ്തു. അതിലാണ് പാസ്കോഡ് കൺസിസ്റ്റ് ആയിരിക്കുന്നത്. അപ്പോൾ ആകെ 2 പ്രാവശ്യം മാത്രം ടച്ച് ചെയ്ത ലോക്കർ നമ്പറുകൾ, ആദ്യത്തെ 5 ലോക്കർ നമ്പറുകൾ. ഈ 5 ലോക്കർ നമ്പറുകൾ ഏതൊക്കെയാണ്? വിച്ച് ആർ ദീസ് 5 ലോക്കേഴ്സ്? ദ ലോക്കേഴ്സ് ദാറ്റ് ആർ ടോഗിൾ ട്വൈസ് ആർ ദി പ്രൈം നമ്പേഴ്സ്. അല്ലേ? പ്രൈം നമ്പേഴ്സ് വരുന്ന ലോക്കറുകളാണ് ട്വൈസ് ടോഗിൾ ചെയ്തത്. സിൻസ് ഈച്ച് പ്രൈം നമ്പർ ഹാസ് 1 ആൻഡ് ദ നമ്പർ ഇറ്റ് സെൽഫ് ഹാസ് ഫാക്ടേഴ്സ്. അതായത് ഓരോ പ്രൈം നമ്പറിനും 1ഉം നമ്പർ ഇറ്റ് സെൽഫും മാത്രമേ ഫാക്ടറായിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ലോക്കറുകളെല്ലാം എക്സാക്ട്ലി ട്വൈസ് മാത്രമേ ടച്ച് ചെയ്യപ്പെട്ടിട്ടുള്ളൂ അല്ലേ? സോ ദ കോഡ് ഈസ് ഏതായിരിക്കും? അപ്പോൾ 2 പ്രാവശ്യം മാത്രം ടച്ച് ചെയ്തിട്ടുള്ളത് ഏതൊക്കെയായിരിക്കും? 2. 2ൻ്റെ ഫാക്ടേഴ്സ് 1ഉം 2ഉമാണ്. 3യുടെ ഫാക്ടേഴ്സ് 1ഉം 3ഉം. അപ്പോൾ 2 പ്രാവശ്യം മാത്രമേ ടച്ച് ചെയ്തിട്ടുള്ളൂ. പിന്നെന്താ? 5ൻ്റെ ഫാക്ടേഴ്സ് 1ഉം 7ഉമാണ്. 5ൻ്റെ ഫാക്ടേഴ്സ് 1ഉം 5ഉമാണ്. 7ൻ്റെ ഫാക്ടേഴ്സ് 1ഉം 7ഉം, വേറെ ഫാക്ടേഴ്സ് ഒന്നുമില്ല. നെക്സ്റ്റ് 11ൻ്റെ ഫാക്ടേഴ്സ് 1ഉം 11ഉം, വേറെ ഫാക്ടേഴ്സ് ഒന്നും ഇല്ല. അപ്പോൾ ഈ 5 നമ്പറുകളാണ് എന്ത് ഇതിൻ്റെ പാസ് കോഡ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് കോഡ് കണ്ടുപിടിച്ചത്. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? അപ്പോൾ ജസ്റ്റ് ഇത് സ്ക്വയർ നമ്പറൊക്കെ എന്താണെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഈ ഒരു സ്റ്റോറി പറഞ്ഞു വന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പ്രൈം നമ്പർ എന്താണെന്ന് മനസ്സിലായല്ലോ, സ്ക്വയർ നമ്പർ എന്താണെന്ന് മനസ്സിലായി. ഓഡ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഉള്ളത് സ്ക്വയർ നമ്പേഴ്സിനായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് ഇത്രയും പോർഷൻസ് മതി. ഇനി സ്ക്വയർ നമ്പേഴ്സുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.